മലയക്കൊട്ട വാലിബനിലേക്കുള്ള അവസരത്തെ ഞാൻ കാണുന്നത് എൻ്റെ നാടക പുണ്യമായി. എനിക്കും ബോറടിച്ച് തുടങ്ങി, സത്യത്തിൽ ബോറടിച്ച് തുടങ്ങി. കാരണം ഇവിടെ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ തന്നെ ലൊക്കേഷനിലൊക്കെ വന്ന് ജോയിൻ ചെയ്ത ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ നമ്മളൊരു പതിവ് ശീലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ അയാളെ കിട്ടുന്നില്ല. അയ്യപ്പന്മാർ ഇവിടെ വരുമ്പോൾ ശബരിമലയിൽ ലോട്ടറി വിൽക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ഈ സ്വാത്തികനായ മുസ്ലിം ക്യാരക്ടർ. പോയി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം നമ്മളിപ്പോൾ വലിയൊരു ലെസനായിരുന്നു, ഒരു പാഠമാണല്ലോ പഠിപ്പിച്ചത്, അതിന് ഗുരുദക്ഷിണ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ശരിക്കൊരു ഗുരുവായിരുന്നില്ലേ അദ്ദേഹം. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ വരുമ്പോൾ ഞാൻ 6ലോ 7ലോ ആണ് എൻ്റെ ഒരു ഓർമ്മ. ഈമയവും ജല്ലിക്കെട്ടും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം എന്നെ ആകർഷിച്ചതിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള സമയമായില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല, അത് മാത്രം. കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി 19-ാം വയസ്സിൽ ആകാശവാണിയിൽ നാടക ആർട്ടിസ്റ്റായിട്ട് തുടക്കം കുറിച്ചു. പിന്നീട് ആദ്യത്തെ ടെലിവിഷൻ പരമ്പരയിൽ തന്നെ ശ്രദ്ധേയനായി കായംകുളം കൊച്ചുണ്ണിയിൽ ജനമനസ്സുകളിൽ ഇടം നേടി. പിന്നീട് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയിലൂടെ കാൽ വെച്ച് പിന്നെ കരിയറിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത നടനാണ് ഇപ്പോൾ മലയക്കോട്ടെ വാലിബനിൽ വരെ എത്തി നിൽക്കുന്ന ഹരീഷ് പേരടി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, അങ്ങനെ പോകുന്നു. മലയക്കോട്ടെ വാലിബനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിലെ ക്യാരക്ടറിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ശരിക്കും ഒരു കരിയറിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ബ്രേക്ക് ആവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. തീർച്ചയായിട്ടും ഇതുവരെയുള്ള എൻ്റെ ഒരു അഭിനയ ജീവിതത്തിലെ നല്ല കഥാപാത്രങ്ങൾ ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. അതിൽ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് മലയക്കോട്ടെ വാലിബനിലെ ഈ കഥാപാത്രം. അത് ഇപ്പം ലിജോ ഒരുപാട് യാത്രകളിലൂടെയാണ് ആ കഥ പറയുന്നത്. അപ്പം അങ്ങനെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. തമിഴിലും ഒരുപാട് ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം പൊതുവേ നമുക്കറിയാം ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ടറുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ ഫീൽ ചെയ്തോ മറ്റുള്ള? തീർച്ചയായിട്ടും ലിജോ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം സിനിമയെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരാളാണ്, സിനിമ മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വിഷയവും ലിജോ സംസാരിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തന്നെ ലൊക്കേഷനിലൊക്കെ വന്ന് ജോയിൻ ചെയ്ത ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ നമ്മളൊരു പതിവ് ശീലത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ അയാളെ കിട്ടുന്നില്ല. അയാൾ ആ ഗുഡ് മോർണിംഗ് ഒരു ഗൂഗിലൊക്കെ അവസാനിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു പോയിരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. കാര്യമില്ലെന്ന് മനസ്സിലായി. പുള്ളി നമ്മൾ കാണുന്നത് നമ്മളെ ഷോർട്ട് ആവുന്ന സമയത്ത് മാത്രമേ കാണാം. ചേട്ടൻ എവിടെ അരിച്ചിട്ട് അവിടെ ചോദിക്കുന്നുള്ളൂ, അപ്പോഴേ നമ്മളെ കാണുള്ളൂ. നമ്മൾ തൊട്ടടുത്തുണ്ടായാലും അതുവരെ പുള്ളി കാണും. പുള്ളി സിനിമയിൽ അത് വേറെ കാര്യങ്ങളൊക്കെ എടുക്കും, അതിൻ്റെ ഷോർട്ട് തിരക്കിലാണ്. അല്ലാത്ത സമയത്താണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാലും പുള്ളി അത് തന്നെയാണ്. നമ്മളൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് തന്നെ പാക്കപ്പൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ ലിജോ അദ്ദേഹത്തിന് വളരെ കൃത്യമായ ധാരണയുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും നമ്മളെ ഇമ്പ്രൂവൈസ് ചെയ്യാനും മറ്റൊക്കെ ധാരാളം സ്വാതന്ത്ര്യം തരികയും ചെയ്യുന്ന ഒരാളാണ്. ഈ മറ്റുള്ള സിനിമകളെ വെച്ചിട്ട് മിക്ക ലൊക്കേഷനുകളെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഒരു നടൻ എന്നുള്ള രീതിയിൽ ക്യാരക്ടർ നമ്മൾ വെള്ളിത്തിരയിൽ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. രാജസ്ഥാനായിരുന്നു എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ. അതെ, രാജസ്ഥാനിൽ ജയ്സാൽമീർ, പൊക്രാൻ അങ്ങനെയൊക്കെയുള്ള. ആ സമയത്ത് കേട്ടിരുന്നു. ആ സമയത്ത് അവിടെ ഭയങ്കര ചൂടും കുറേ പ്രശ്നങ്ങൾ. ചെന്ന ഉടനെ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. ആ തണുപ്പ് പിന്നെ കുറേശ്ശെ ഇങ്ങനെ മാറി ചൂടിലേക്ക് ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായി. കാലാവസ്ഥ ഭയങ്കര പ്രശ്നം. പിന്നെ പൊടിക്കാറ്റ് ഭയങ്കര ഇതൊക്കെയായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് ഒരുപാട് നമ്മൾ 1-2 ആളുകൾ മാത്രമുള്ള ഒരു ഷോട്ടുകളൊന്നും അല്ലല്ലോ ഇത്. 1000-2000 ആൾ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഫ്രെയിമുകളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പം അതൊക്കെ പക്ഷേ എന്നാലും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ. ലാലേട്ടൻ്റെ ഇൻട്രോയെ കുറിച്ച് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ എപ്പോൾ വന്നാലും ലാലേട്ടൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ജനങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അത് തിയേറ്ററിൽ കാണാനുള്ള ഒരു വലിയ ആകാംക്ഷയിലാണ്. ലാലേട്ടനുമായിട്ടുള്ള ഈ മലയക്കോട്ടെ വാലിബനിലുള്ളൊരു അനുഭവം. തീർച്ചയായിട്ടും ലാലേട്ടനൊപ്പം ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ്. ഇതൊരു നല്ല നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. അതിലേറ്റവും നല്ലൊരു കഥാപാത്രം തന്നെയാണിത്. അപ്പം ഇത് സാധാരണ സിനിമകളിലെ പോലെ നമ്മളൊരു ജോയിൻ ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പോവുകയെന്ന് അങ്ങനെ ഒരു രീതിയല്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തുടങ്ങിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയൊരു യാത്രയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു ആ യാത്ര. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ട് വളരുകയാണ് ആ യാത്രയിലൂടെ. അപ്പം അതിങ്ങനെ ഒരു ബ്രേക്കില്ലാതെ പോകുന്ന ഒരു ഷൂട്ടും കൂടി ആയതുകൊണ്ട് അതിന് നമുക്ക് നമ്മളുടെ കഥാപാത്രങ്ങൾക്കും സിനിമയ്ക്കും ഒക്കെ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ പോകുമ്പോൾ നമുക്കറിയില്ലായിരുന്നു. ചെന്ന് ജോയിൻ ചെയ്ത് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ തന്നെ അത് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോഴാണ് ഏതായാലും
ഹരിചേട്ടൻ്റെ പിറകിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. കുറച്ച് പിറകിലേക്ക് പോവുകയാണെങ്കിൽ പേരടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നാടകവേദിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? കുട്ടിക്കാലമൊക്കെ ശരിക്കും കലാപരമായ കുടുംബമാണോ, അതോ ഈ നാടകത്തിലേക്ക് എൻട്രി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വളരുമ്പോൾ ഒരു കലാകാരനാകണമെന്ന് നേരത്തെ മനസ്സിൽ കുറിച്ചിരുന്ന ആളാണോ? ഫാമിലി നെയിമാണ് ശരിക്കും ഈ പാരഡി എന്ന് പറയുന്നത്, തറവാട്ട് പേരാണ്. ഞാൻ ജനിച്ചും വളർന്നൊക്കെ കോഴിക്കോട് ചാലപ്പുറത്താണ്. ചാലപ്പുറം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് അച്ഛൻ സ്കൂളിലും LP വരെ, അത് കഴിഞ്ഞിട്ട് സാമൂതിരി ഹൈസ്കൂളിലൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഈ സാമൂതിരി സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ നാടകം തുടങ്ങുന്നത്. അതിന് കാരണം ഭയങ്കര നാടകാന്തരീക്ഷമുള്ളൊരു സ്കൂളായിരുന്നു. അതിൽ യുവജനോത്സവത്തിനൊക്കെ എത്ര ഡിവിഷൻ ഉണ്ടോ അത്ര ഡിവിഷൻ്റെ നാടകം ഉണ്ടാവും. നാടകത്തിന് മാത്രമായിട്ട് 2 ദിവസം മാറ്റി വയ്ക്കും. അപ്പോൾ യുവജനോത്സവം ടോട്ടൽ 3 ദിവസം 4 ദിവസം വരും. അതിൽ 2 ദിവസം നാടകമാണ് വരിക. അപ്പോൾ നാടകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ബോർഡുകൾ പുറത്തേക്ക് ഇറക്കി വെക്കും. അത് കളർ ചോക്കുകളിൽ നാടകത്തിൻ്റെ പേര് വലുതാക്കി എഴുതി വെക്കും. കാരണം എല്ലാ ക്ലാസ്സിൻ്റെയും പുറത്തേക്ക് ബോർഡുകൾ വരുന്ന ദിവസമാണ്. അതിൻ്റെ മുകളിൽ താക്കോലുകൾ, ഇത് വിഗ്രഹം നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വരും. അപ്പം അത് തന്നെ ഒരു എക്സിബിഷൻ പോലെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് കാണുക ചെയ്യുക. തലേന്ന് വൈകുന്നേരമാണ് ഇതൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ, ഓരോരോ കളർ ചോക്കുകളിൽ ഓരോ നിറം കൊടുത്ത് എഴുതുന്നത്, അതിൻ്റെ സംവിധായകൻ്റെ പേര്, അഭിനേതാക്കളുടെ പേര്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ അഭിനേതാക്കളുടെ പേരുകളൊക്കെ പെടാനൊക്കെ, അതിലൊക്കെ പെടാൻ പേരുള്ളൊരു ആഗ്രഹം ദുഃഖത്തിൻ്റെ ഒക്കെ പുറത്തൊക്കെ ഞങ്ങൾ നാടകം കളിച്ച് തുടങ്ങുന്നത്. പിന്നെ നാടകം കളി ഇങ്ങനെ അസ്ഥി പിടിക്കുകയായിരുന്നു. ജയപ്രകാശ് ചേട്ടൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഉള്ളൂർ സാറിൻ്റെ അടുത്തിൽ ഞാൻ എൻ്റെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എത്തിപ്പെടുന്നത്. അവിടെ ഞങ്ങൾ ആദ്യം വളരെ പ്രശസ്തമായ നാടകകൃത്താണല്ലോ, നമുക്ക് ആദ്യം അറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു കളിക്കൂട്ടെന്ന് പറഞ്ഞൊരു ഒരു ഇത് ഉണ്ടാക്കിയിരുന്നു. സാറിൻ്റെ ഒരു നേതൃത്വത്തിലായിരുന്നു അത് നടത്തിയിരുന്നത്. കുറേ സാറിൻ്റെ ചെറിയ ചെറിയ കുട്ടി നാടകങ്ങളുടെ ഒരു വലിയ സമുച്ചയമായിരുന്നു അത്. അപ്പോൾ അതിലൂടെ കളിക്കപ്പെട്ട നാടകങ്ങളിൽ നിന്നാണ് സാറ് നമ്മളെയൊക്കെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 1-2 സാധനങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്നെ ആ സംഘം ആളുകളൊക്കെ കുഴിഞ്ഞു പോവുകയും ഞങ്ങൾ 2 ആളുകൾ മാത്രമായി മാറുകയും അങ്ങനെയാണ് ഞങ്ങൾ ഗുരുകുല വിദ്യാഭ്യാസ പ്രകാരം സാറിൻ്റെ കീഴിൽ 4 വർഷം പഠിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് അപ്പുണ്ണികൾ ഉണ്ടാകുന്നത്. അപ്പുണ്ണികളുടെ റേഡിയോ, അപ്പുണ്ണികളുടെ നാളെയൊക്കെ. അപ്പുണ്ണികൾ റേഡിയോ ആണ് ആദ്യം ഉണ്ടാക്കിയത്. അതൊരു വർഷത്തെ അധ്വാനമായിരുന്നു. അതിന് കളിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ നാളെ ആരംഭിച്ചു. പിന്നെ 2 കൂടെ ഒരു പാക്കേജ് ആയിട്ടായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടൊരു 3500ഓളം വേദികൾ, ഒരു 12 വർഷത്തിനുള്ളിൽ. അപ്പോൾ അത് തന്നെയായിരുന്നു ജീവിതം. മറ്റൊന്നും ചെയ്യാതെ ഇത് തന്നെ ചെയ്യുകയുള്ളൂ എന്ന്. അതിന് മുന്നേ കുറേ ജോലികളൊക്കെ എടുത്തിരുന്നു. ഒരു 25 വയസ്സോടു കൂടിയൊക്കെയാണ് നമ്മൾ ഫുൾ നാടകത്തിലേക്ക് ഇറങ്ങുന്നത്. നാടകത്തിലേക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. മീൻസ് പ്രൊഫഷണൽ നാടകം കൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഹരിചേട്ടന് കിട്ടിയ ഏറ്റവും നല്ല അഭിപ്രായം ലാലേട്ടൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഈ ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവാർഡുകൾക്കൊക്കെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ പ്രശംസിച്ച് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും പബ്ലിക്കായിട്ടൊന്നും അങ്ങനെ അധികം ആരെയും അങ്ങനെ പുകഴ്ത്തി സംസാരിക്കാറില്ല. എന്ത് തോന്നി ആ ഒരു നിമിഷം? അയ്യോ, വളരെ സന്തോഷം നൽകുന്ന കാര്യമല്ലേ. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ വരുമ്പോൾ ഞാൻ 6ലോ 7ലോ ആണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം മുതൽ നമ്മൾ കാണുന്ന ഒരാളല്ലേ. അങ്ങനെ പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിരവധി കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്ര നമ്മൾ കണ്ടതാണ്. ഓരോരോ വളരെ വ്യത്യസ്തമായ പരകായ പ്രവേശങ്ങൾ. അതൊക്കെ ഓരോന്നും നമ്മളെ അത്രയധികം ആകർഷിച്ചത് എന്ന്. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ഒരു പാഠപുസ്തകം പോലുള്ളൊരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെയുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ടും വലിയ അംഗീകാരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഈ സോക്കോൾഡ് അവാർഡുകളെക്കാളൊക്കെ വിലമതിക്കുന്നത് ഞാൻ ഇത്തരം ജനകീയവും അല്ലെങ്കിൽ പ്രശസ്തരുമായ ഇത്തരം മനുഷ്യരുടെയൊക്കെ തലോടെ സ്നേഹമൊക്കെ തന്നെയാണ് ഞാൻ വിലമതിക്കുന്നത്. ഈ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ വന്നത് ചെയ്ത സീരിയലിനെ കുറിച്ചാണ്, ഗുരുവായൂരം. ആ സീരിയലിലെ ആ ഒരു കഥാപാത്രത്തിലേക്കുള്ളൊരു ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു കഥാപാത്രമാണ്. അതിലേക്ക് എൻട്രി കിട്ടിയത് എങ്ങനെയാണ് ആക്ച്വലി? അത് ഇതേപോലെ രജപുത്ര രഞ്ജിത്തേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. പുള്ളി അതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടോ പരിചയപ്പെട്ടിട്ടില്ല. അതിലേക്കായിരുന്നു ആദ്യം എന്നെ എൻട്രി. അതിന് മുന്നേ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിരുന്നു, കായംകുളം കൊച്ചുണ്ണിയിലെ. അതൊരു ഇത് വളരെ അതെ, അതൊരു ചർച്ചയായ ഒരു ക്യാരക്ടർ. അതിലൊരു ദിവസം അഭിനയിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ആ കഥാപാത്രം അങ്ങനെ വളർന്നങ്ങനെ വന്നിട്ട് വന്നു. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഗുരുവായൂരപ്പിലേക്ക് വയലാർ മാധവൻകുട്ടി സാറാണ് അതിൻ്റെ ഡയറക്ടർ, അദ്ദേഹം വിളിക്കുന്നത്. പക്ഷെ അതും ഇതേപോലെ തന്നെ നല്ല ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമാണ്. കിംബദൻ, ഒരു ശൈവ സാന്നിധ്യമുള്ള കഥാപാത്രമാണ്. അത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് മമ്മിയൂരിലേക്ക് സ്ഥലം മാറിക്കൊടുത്ത ഒരു ശൈവ സങ്കല്പമുള്ള കഥാപാത്രമാണ്. അപ്പോൾ സിനിമയിൽ പക്ഷേ മറ്റൊരു രീതിയിലാണ് സീരിയലിൽ അവതരിപ്പിക്കുന്ന അയാൾ എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ കയറി വരികയും
അഭിപ്രായങ്ങൾ പറയുകയും ആര് ചോദിച്ചാലില്ലെങ്കിൽ അയാളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു. ഞാനതിനങ്ങനെ ഒരു തറവാടൊക്കെ വിറ്റ് പോയി കഴിഞ്ഞാലും വീണ്ടും ആ തറവാട്ടിലേക്കൊക്കെ കയറി വരുന്ന ചില കാരണമൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഞാനതിനെ സമീപിച്ചത്. പക്ഷെ അത് ഏതായാലും ശത്രുഘ്നേട്ടനായിരുന്നു തിരക്കഥ, വർക്കായി. എല്ലാവരും ജനങ്ങൾ സ്വീകരിച്ചു. ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. ഹരീഷ് പേരടി എന്ന് പറയുന്ന നടൻ ശരിക്കും പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആൻസർ ഇപ്പം നേരെ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത്, ഒന്നാമത് ലാലേട്ടൻ്റെ ഒരുപാട് പാഠപുസ്തകമാക്കിയ ഒരാളെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒരു 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 ക്യാരക്ടർ കിട്ടുമ്പോൾ 100% അതിലേക്ക് അലിഞ്ഞില്ലാതെ അല്ലെങ്കിൽ അലിഞ്ഞു ചേരുക എന്ന് പറയുന്നതിന് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് സമീപിക്കുക? ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ കഥാപാത്രം നമ്മൾക്ക് കിട്ടുന്ന അവസ്ഥയിൽ അദ്ദേഹം സത്യത്തിൽ ആ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു രൂപമില്ലാത്ത കുറേ വികാരങ്ങൾ മാത്രം ഉള്ളിലൊതുക്കിയ ഒരാളാണ്. പക്ഷെ അയാൾക്കൊരു രൂപമില്ല. അയാൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെ ബോഡി എന്നുള്ള പറയുന്ന ഒരു സാധനമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ബോഡി അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം ഈ കഥാപാത്രം സ്വീകരിച്ച് കഴിയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ശരീരഭാഷയിലൂടെയായിരിക്കും നമ്മളുടെ ശരീരം സഞ്ചരിക്കാനും വർത്തമാനം പറയാനും തുടങ്ങുക. അത് അയാളുടെ വികാരങ്ങളാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ഈ ശരീരത്തെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. സാധാരണ ഇതിലൊരു എക്സസൈസ് മാത്രമല്ല, ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പുകളും കൂടി അതിനെ നടത്തേണ്ടതുണ്ട്. അപ്പം അത്തരം നടത്തലിനൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരമായി മാറുന്നത് നമ്മളുടെ ആദ്യകാലത്തെ നാടക പഠനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജയപ്രകാശ് സ്കൂൾ സാറിനയിൽ 4 വർഷം ഗുരുകുലമായിട്ട് പഠിച്ചതാണ് ഞാൻ. അപ്പോൾ അത്തരം നാടക പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ കഥാപാത്രങ്ങൾ തിരഞ്ഞു വരുമ്പോഴും അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ കാറ്റഗറിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ അതിൻ്റെ ഒരു ഗ്രാമറുണ്ട്. ആ ഗ്രാമറിലേക്ക് നമുക്ക് എളുപ്പം കിടക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഞാൻ പോകാറുള്ളത്. നാടകത്തിൻ്റെ ഒരു ബേസ് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. നന്നായിട്ട്. ഇപ്പോഴും നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്? ഇപ്പം നാടകത്തിൽ ചെയ്യാറില്ല. സിനിമകളുടെ തിരക്കുകൾ കാരണം നാടകം അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി കാണാറുണ്ട്. ചിലതിനൊക്കെ നമുക്കും പ്രതികരിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഹരീഷ് പേരടി എന്ന നടനെ സംബന്ധിച്ച് മിക്കവാറും എല്ലാത്തിനും പ്രതികരിക്കാറുണ്ട്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നേരെ നിന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്ന വ്യക്തിയാണ്. ശരിക്കും ഈ പ്രതികരിക്കുന്നത് അത് ഒരു വൈകാരികതയുടെ പുറത്ത്, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അറിയാതെ പ്രതികരിച്ചു പോകുന്നതാണോ, അതല്ലെങ്കിൽ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഒരു നടൻ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് അതിലൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് പ്രതികരിക്കുന്നതാണോ? ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ നാടകമെന്ന ഒരു വിദ്യാലയത്തിലാണ്. അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി കളിക്കുന്ന ഒരു സാധനമാണ്. നേരിട്ടുള്ള കളിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ അതിൽ ജയപരാജയങ്ങളില്ല. ഇല്ല ജയപരാജയങ്ങൾ ആ കളിയിലില്ല. ആ കളിയിൽ എപ്പോഴും മുന്നിലിരിക്കുന്ന പ്രേക്ഷകനെ ജയിപ്പിക്കുന്ന ഒരു കളിയാണത്. അവരെ ജയിപ്പിക്കുന്ന കളിയാണ്, അവരെ ബോധവൽക്കരിപ്പിക്കുന്ന കളിയാണ്. അതൊക്കെ കളിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ ഏത് ജോലി ചെയ്താലും നിങ്ങൾ ഏത് സ്ഥാനത്താണെങ്കിലും നിങ്ങളൊരു സമൂഹത്തിലുള്ള ജീവിയാണല്ലോ, ഒരു സാമൂഹ്യ ജീവിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹ്യമായ പ്രശ്നങ്ങൾക്ക് നേരെയാണ് തന്നെയാണ് നമ്മൾ അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് നേരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കലാകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാനും മുഖവിലേക്ക് എടുക്കുന്നു. അങ്ങനത്തെ ചോദ്യങ്ങളും ആളുകൾ ചോദിക്കുന്നതിലൊക്കെ മുകളിൽ ഇടുന്നു. അതിലപ്പുറം എനിക്കും ബോറടിച്ച് തുടങ്ങി. സത്യത്തിൽ ബോറടിച്ച് തുടങ്ങി. കാരണം ഇവിടെ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. അതൊക്കെ അതാത് സമയത്തുള്ള ഓരോരോ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പിന്നെ ഇങ്ങനെ വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് പറയാം. പക്ഷെ എന്നാലും കുറച്ച് പേർക്കെങ്കിലും അതൊരു ഒരു ബോധവൽക്കരണം അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ പ്രതികരിച്ച് അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ട് അങ്ങനത്തെ റിസൾട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞാൻ വേറെ രീതിയിലേക്ക് മാറാനും സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം. അതിനെക്കുറിച്ച് 2 വാക്കുകളും പറയാം. ഈ പ്രതീക്ഷിച്ചിട്ട്, അതായത് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയ ഒരു റോൾ, പ്രതീക്ഷയല്ല ഞാൻ പറയുന്നത്, ഞാൻ നന്നായി ചെയ്തു എന്ന് തോന്നിയ ഇത്രയും ചെയ്ത ക്യാരക്ടേഴ്സിൽ അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് കളിച്ചു, ഞാൻ നന്നായിട്ട് ഇതാക്കിയെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് സംതൃപ്തി നൽകുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും. ആ പ്രവൃത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ പോകുന്നുള്ളൂ. പിന്നെ അതിൻ്റെ 2-3 ഘട്ടങ്ങളുണ്ട് ഈ സംതൃപ്തിക്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുണ്ടാവും, അത് കഴിഞ്ഞ് ഡബ് ചെയ്യാൻ പോകുമ്പം സിനിമയെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് അത് വീണ്ടും നമ്മളതിൻ്റെ അതേ സ്ട്രെയിനും അതേ കാര്യങ്ങളും വീണ്ടും ഉണ്ടാക്കുകയാണ്.
ഇപ്പോൾ ലൈവ് സൗണ്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ശരിക്കും കുറച്ചുകൂടെ കിട്ടും. അത് മാറ്റി നമ്മൾ വീണ്ടും ചെയ്യുകയാണത്. അതൊക്കെ മൂഡിലേക്ക് നിന്നൊരു മൈക്കിൻ്റെ മുന്നിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കും ശരിയായോ ഇല്ലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വീണ്ടും വരും നമുക്ക്. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു സംതൃപ്തി ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പ്രേക്ഷകൻ അവരാണല്ലോ അന്തിമ വിധി പറയുന്ന ആളുകൾ, അവരുടെ കയ്യിലാണുള്ളത്. നിങ്ങൾ എത്ര നാൾ അധ്വാനിച്ച് ഒന്നും പറയേണ്ട ആവശ്യം അവർക്കില്ല. അവർ പറയുന്നൊരു വിധി, ആ വിധി കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറയപ്പെടുന്ന ക്യാരക്ടറിനായിരിക്കുമല്ലോ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണല്ലോ നിങ്ങളിപ്പോൾ ചോദിച്ച കഥാപാത്രം. ഇപ്പം ഇനി വരാൻ വാലിബലിലെ ഒരു കഥാപാത്രം എന്നെ സംബന്ധിച്ചോളം അത്രയും ഇതായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അങ്ങനെ ഇപ്പോൾ ലൈഫ് ഓഫ് ജോസുട്ടിയിലെ കഥാപാത്രം അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു തമിഴിലാണെങ്കിലും വിക്രം ചേട്ടൻ, അങ്ങനെയൊക്കെ കുറേ കഥാപാത്രങ്ങൾ. ഇപ്പോൾ അതേപോലെ അടുത്ത് ബമ്പർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു ഞാൻ. അത് OTT റിലീസ് വരാൻ പോകും. അത് ഓൾറെഡി സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്താണ്. തമിഴ്നാട്ടിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അതിലൊരു സ്വാത്വികനായ ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു. ഒരു മലയാളി തമിഴ് ബന്ധത്തിൻ്റെ കഥയാണ്. 5 സീൻ അതിൽ മലയാളമാണ് ആ സിനിമ. ബമ്പർ എന്ന് പറയും. ഒരു തമിഴ് അയ്യപ്പന്മാർ ഇവിടെ വരുമ്പോൾ ശബരിമലയിൽ ലോട്ടറി വിൽക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ഈ സ്വാത്വികനായ മുസ്ലിം ക്യാരക്ടർ. അവർ തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധത്തിലൂടെ വളരുന്ന ഒരു സിനിമയാണ്. അത് വളരെയധികം ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. അതിന് അതേപോലത്തെ ഒരു റിസൾട്ട് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. ഇനി അത് കൂടുതൽ OTT-യിലേക്ക് എനിക്ക് തോന്നുന്നത് കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്കൊക്കെ കാണാൻ രീതിയിലേക്ക് അത് വരും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തത് സിനിമയിൽ ആരുടെ കൂടെയാണെന്ന് ഓർമ്മയുണ്ടോ? ആരും അനുഭവം? ആദ്യമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കലാഭവൻ മണി. ഏത് മൂവി? ആയിരത്തിലൊരുവൻ. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഷോട്ട്? അപ്പം മണിച്ചേട്ടൻ ഏത് ഗ്രാഫിൽ നിൽക്കുന്നു? മണി നമ്മൾ നല്ല സുഹൃത്താണ്. മണി എല്ലാത്തിനും നമ്മളെ നാടകങ്ങളൊക്കെ കണ്ട ആളാണ്. അപ്പം മണിയെ സിബി സാറാണ് ആ ഷോട്ട് വെക്കുന്നത്. അപ്പം ഞാനൊരു 1001 എന്ന് പറഞ്ഞ സിനിമയിൽ മണിയുടെ കഥാപാത്രം കടം വാങ്ങുന്ന ഒരു അരവിന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം, റേഷൻ ഷോപ്പ് നടത്തുന്നു, എല്ലാവരോടും കടം വാങ്ങി ജീവിക്കും. ആ അരവിന്ദനോട് കടം വാങ്ങുന്ന പ്രാരാബ്ദം ഗണേശൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. കടുവയെ പിടിക്കുന്ന. അതെ, ഒരു ഓട്ടോ ഡ്രൈവറാണ് അങ്ങാടിയിൽ തന്നെ. ഫസ്റ്റ് ഷോട്ട് ഓട്ടോ ഓടിച്ച് വരുന്നിട്ട് മണിയോട് കടം ചോദിക്കുന്ന ഒരു സെറ്റായോ? അതൊരു ടേക്ക് തന്നെ ശരിയായി. ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അത് വായനാശീലമുള്ള ആളാണോ, അല്ലെങ്കിൽ ബുക്കുകൾ ഒരുപാട് റെഫർ ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണോ വായനാശീലം? കുഴപ്പമില്ലാത്ത ഭയങ്കര വായനക്കാരനാണെന്നല്ല, ഇല്ലാത്തൊരു വായനക്കാരനാണ്. അത്യാവശ്യം ഏത് ടൈപ്പ് ഓഫ് ജോണർ? ഇപ്പോൾ ആത്മകഥകളാണ് കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നോവലും ഒക്കെ വായിക്കൽ നിർത്തി. അത് വലിയ താല്പര്യമില്ലാട്ടെ. കാരണം അങ്ങനെ നോവലുകളൊക്കെ ഞാൻ അവസാനത്തെ പേജ് നോക്കും, നടുവിലെ പേജ് നോക്കും, എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയായി മാറി. അപ്പം പിന്നെ ആത്മകഥകളാണ് ഇപ്പം വായിച്ചു. അതാ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കുറച്ചുകൂടി ഇങ്ങനെ വായിക്കാനൊക്കെ തോന്നുന്നു. അതും ഭയങ്കര നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു വായനക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് സെറ്റിൽ കൊണ്ടുപോകാറുണ്ടോ? അങ്ങനെ ഇടയ്ക്ക് കൊണ്ടുപോകും, പക്ഷെ ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ല എന്ന് വരും. നല്ല തിരക്കിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാലും താല്പര്യം പറ്റില്ല. അതൊക്കെ ഓരോ സമയത്തുള്ള മൂഡിനനുസരിച്ചാണ്. അങ്ങനെ ഒരു പ്രത്യേക കണ്ടിന്യൂസ് ആയിട്ടുള്ള വായന ഇപ്പം നടക്കുന്നില്ല. ഒരു പ്രത്യേക ദിനചര്യയുള്ള ആളാണോ? പ്രത്യേക ദിനചര്യ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് റൂമിലാണെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം ഭയങ്കര ആർത്തിയുള്ള ഒരാളല്ല ഞാൻ പണ്ട് മുതലേ. അങ്ങനെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിൽ ചെറിയ റോൾസ് ചെയ്തവർ പോലും ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ വളരെ ശ്രദ്ധയേറിയ ഒരു ക്യാരക്ടർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് ലാലേട്ടൻ്റെ കാര്യങ്ങൾ. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഗുരുദക്ഷിണ വാങ്ങാതെ പോയ എൻ്റെ ഗുരു എന്ന് തന്നെ പറയാവുന്ന ആളാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞു. മനസ്സിൽ തട്ടിയ വാക്കുകൾ തന്നെയാണെന്ന് അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ടൈറ്റിൽ മറ്റൊന്ന് പ്രതിഭയും പ്രതിഭാസവും എന്ന് പറഞ്ഞ പോലെ ലിജോ ചേട്ടനെയും ഇവരെ രണ്ടുപേരും ഒരുമിച്ചൊരു സംഭവം. പ്രതിഭയുടെയും പ്രതിഭാസത്തിനും ഒപ്പം അഭിനയിക്കാൻ കൂടി കിട്ടിയ ഒരു ചാൻസാണ് മലൈക്കോട്ടെ വാലിബൻ. അതുപോലെ തന്നെ അവിടുത്തെ ക്രൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവിധ ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ചു കൂടിയ വലിയൊരു സിനിമ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. വൈൻഡപ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ടോട്ടലി എന്താണ് നമുക്ക് മലൈക്കോട്ടെ കുറിച്ച് പറയാനുള്ളത്? ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹവുമായിട്ട് പങ്കിട്ട് കുറേ മാസങ്ങൾ അടുപ്പിച്ചുണ്ടായിരുന്ന ഷൂട്ടിങ്ങിൽ നിന്നുണ്ടായ അദ്ദേഹം ഉണ്ടായിരുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ അനാവശ്യമായ അനുഭവങ്ങളുടെ വീമ്പിളക്കങ്ങൾ ഇല്ല. ഞാൻ എഴുതിയത് അങ്ങനെ തന്നെയാണ്. അതേപോലെ ഞങ്ങളുടെ കാലമായിരുന്നു വലിയ കാലം എന്ന് പറയുന്ന പറച്ചിലില്ല, പൊങ്ങച്ച, അങ്ങനത്തെ യാതൊരു സാധനങ്ങളുമില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങളാണ് എന്നേക്കാൾ വലിയ ആളെന്ന് നമ്മളെ പറഞ്ഞ് ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ട്
നമ്മളൊക്കെ തരുന്നൊരു ഇതുണ്ടല്ലോ, അതിലൂടെ നമ്മൾക്കുള്ള ചലനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ അത് ഏറ്റവും ആദ്യം ആസ്വദിക്കുന്ന ആളായിട്ട് മാറുമ്പം പോയി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം നമ്മളിപ്പോൾ വലിയൊരു ലെസനായിരുന്നു, ഒരു പാഠമാണല്ലോ പഠിപ്പിച്ചത്, അതിന് ഗുരുദക്ഷിണ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ശരിക്കൊരു ഗുരുവായിരുന്നില്ലേ അദ്ദേഹം നമ്മൾ പോയി കഴിയുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ കൂടെ കഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്കതൊരു മനസ്സിലാവുന്നത്, ഓരോരോ ഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് അതങ്ങനെ. പിന്നെ പുതിയ തലമുറയിലെ ഒരു ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ അവാർഡൊക്കെ കിട്ടിയെന്ന് വരും. ഈ അവാർഡുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കോമഡിയും കൂടിയാണ് അതൊക്കെ. അപ്പം അതോടുകൂടി പിന്നെ അവരെ കണ്ട് ആളും മാറിപ്പോവുക. അങ്ങനെയൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല. അതിനൊക്കെയാണ് ഇത്തരം ലെജൻസിനെ കുറിച്ച് ഇപ്പോൾ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഒക്കെ ഒരു കാലത്തെ എക്സ്പീരിയൻസുള്ള മനുഷ്യരുടെ ഏറ്റവും ലളിതമായ എളിമയോടുകൂടിയുള്ള ഇതിനോടുള്ള സമീപനം ഉണ്ടല്ലോ, സത്യസന്ധമായ സമീപനം. ആ സമീപനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പുതിയ തലമുറ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ സത്യസന്ധമായ ഭാഷയിൽ എഴുതിയത് തന്നെയാണ് ഒരു സാധനമാണത്. പിന്നെ ഇതുപോലെ നിങ്ങൾ ചോദിച്ച പോലെ പ്രതിഭയും പ്രതിഭാസവും തന്നെയാണ് രണ്ടുപേരും. ലിജോയെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഞാൻ ആഗ്രഹിച്ചിരുന്നു ലിജോയുടെ കൂടെ അഭിനയിക്കണമെന്ന്. കാരണം മലൈക്കോട്ട് എന്താണ് പറയുക, ഈമയവും ജല്ലിക്കെട്ടും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം എന്നെ ആകർഷിച്ചതിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള സമയമായില്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല, അത് മാത്രം. പക്ഷേ എങ്ങനെയോ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം ലിജോ അറിഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അവർ രണ്ടുപേരും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ലാലേട്ടനെ പറഞ്ഞ പോലെ തന്നെ ലിജോ, ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ടൈം സിനിമയായി നടക്കുന്ന ഒരു മനുഷ്യൻ. ഇവർ ഈ രണ്ട് പ്രതിഭയും പ്രതിഭാസവും കൂടിച്ചേരുമ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രമായി അവരോട് ഇപ്പം യാത്ര ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഒരു അതിൻ്റെ നാടകപുണ്യം എന്നാണ് ഞാൻ ഇത് പറയാം. നാടകപുണ്യം. മലൈക്കൊട്ട വാലിബനിലേക്കുള്ള അവസരത്തെ ഞാൻ കാണുന്നത് എൻ്റെ നാടകപുണ്യമായിട്ട്. നാടകത്തിൽ ഞാൻ സമർപ്പിച്ച അത്രയും ജീവിതത്തിന് എനിക്ക് കിട്ടുന്ന റിസൾട്ടുകളായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. ഈ സിനിമയും വരുന്ന വർക്കുകളെയൊക്കെ കാണുന്നത്. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഒരു പരിച്ഛേദം പോലെയാണ് ഈ സിനിമകളിൽ. അപ്പോൾ വിവിധ തരം ഭാഷകളാണ് ആ ലൊക്കേഷനിൽ സംസാരിച്ചു. അതിന് കാരണം സോനാലി കുൽക്കർണിയാണ് മറാഠിയിൽ നിന്നുള്ളത്. ബംഗാളിയിൽ നിന്ന് ബംഗാളി ആക്ട്രസ് കഥാനന്ദിയുണ്ട്. പിന്നെ സ്റ്റാൻഡപ്പ് കോമഡിയനായ കന്നഡക്കാരൻ ഡാനിഷ് സേത്ത്. അങ്ങനെ ഒരുപാട് അല്ലാത്തൊരു വിദേശികളായ ആളുകൾ. പിന്നെ നമ്മുടെ തന്നെ ഭാഷയിലെ മണികണ്ഠനുണ്ട്. പിന്നെ ശാന്ത മാം ഉണ്ട്, നമ്മളത് ശാന്ത ധനഞ്ജയനല്ലേ, ഡാൻസർ. ശാന്ത മാം ഉഗ്രം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ശാന്ത മാമിൻ്റെ കൂടെയൊക്കെ കുറച്ച് ദിവസങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയതും അപ്പോൾ ഈ നാട്യധർമ്മിയായിട്ടും ലോകധർമ്മിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റിയത് വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചോളം. അത്തരം കാര്യങ്ങളൊക്കെ ഗുരുതുല്യരായ മനുഷ്യരല്ലേ. അതിനുശേഷം ഞാൻ സംസാരിച്ചിരുന്നു അവരോടൊക്കെ. അതേപോലെ കളരി മാസ്റ്റേഴ്സ് ആയ ആളുകൾ ഒക്കെ ഇങ്ങനെ ഫൈറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ മാസ്റ്റേഴ്സാണ് വരുന്നത്. ഇതുവരെ കണ്ടതിൽ വലിയ സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇത്ര നാളത്തെ വലിയ സെറ്റും വലിയ സിനിമയാണത്, യാത്രയാണത്. സെറ്റുകൾ നമ്മളിപ്പോൾ തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലൊക്കെ വലിയ വലിയ സെറ്റുകൾ കാണാറുണ്ട്. എങ്കിൽ പോലും ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സെറ്റുകളും അതിൽ നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക് പറിച്ചു തന്ന ഒരു യാത്രയാണ്. ഇത് വേറെ തന്നെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് ഇന്ത്യൻ സ്ക്രീൻ ഇതുവരെ കാണാത്തൊരു സിനിമയാണ് എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. കൗമുദിയുടെ പ്രേക്ഷകരോട് ഹരീഷ് പേരടി എന്ന നടന് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ സമയത്ത് കൗമുദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ കുടുംബസമേതം തിയേറ്ററുകളിലേക്ക് ചെന്ന് ഈ സിനിമ കാണണം. കാരണം ഇത് തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. നിങ്ങൾ മൊബൈൽ ഫോണിൽ കാണാനുണ്ടാക്കിയ സിനിമയല്ല, ടി വിയിൽ കാണാനുണ്ടാക്കിയ സിനിമ. അങ്ങനെ കാണുമ്പോൾ തന്നെ ആ സന്തോഷം പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ പോയ അതേ ഫീല് വരും. ആ രീതിയിലാണ് ലിജോ പല്ലിശ്ശേരി എന്ന് പറയുന്ന നമ്മുടെ LJP അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്.